രാജേഷ് വടക്കഞ്ചേരിയാണ്. പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനുള്ളത് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡുണ്ട്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിൻ്റെ ഉള്ളിലാണ്. അടുത്ത ബജ്ജിയാണ് വാഴക്ക ബജ്ജി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വന്നപ്പോൾ വാഴക്ക ബജ്ജിയാണ് ഉണ്ടായത്. അതിന് മുമ്പ് മുട്ട ബജ്ജി കിട്ടൂല്ലേ? മുട്ട ബജ്ജി ഇവിടുത്തെ ഭയങ്കര സ്പെഷ്യലാണ്. പഴംപൊരി അതിനേക്കാളും സ്പെഷ്യൽ. മുട്ട എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മുട്ടയാണ് ഇവിടെ മുട്ട ബജ്ജിക്കായിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ പഴംപൊരി വലിയ പഴംപൊരിയാണ്. ഇവരാണ് ഈ തട്ടുകട നടത്തുന്നത്. രണ്ടുപേര്. ചേച്ചി പേര് പറഞ്ഞു? ജഗദീശ്വരി ചേച്ചി ശിവേട്ടൻ്റെ വൈഫാണ്. അപ്പോൾ ശിവേട്ടൻ ഇവിടെ ചായ ഇട്ട് കഴിഞ്ഞാൽ ചേച്ചി കടകളിലൊക്കെ കൊണ്ട് പിന്നെ അവളും ചായ അടിക്കും. കടിയെല്ലാം ഞങ്ങൾ ഇടുന്നത് തന്നെയാണ്. അതല്ലേ? നിങ്ങളുടെ നല്ല പഴംപൊരിയാണ്, വലിയ വലിയ പഴംപൊരിയാണ്. വടക്കഞ്ചേരി നമ്മുടെ കടയിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുൾ മുട്ട ബജ്ജിയാണ്. ബജ്ജി, പത്തിരി, എണ്ണയപ്പം, ഇലയാട, സുഖിയൻ. ഇലയാട ഉണ്ടല്ലേ? ഇലയാട പൊതുവെ ഈ പാലക്കാട് ജില്ലയിലൊക്കെ വളരെ അപൂർവമാണ് കാണാറ്. നിങ്ങളത് ഇലയാട ഇടണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മസാല ബോണ്ട, ചെറിയ ഉള്ളിവട. അപ്പൊ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അപ്പൊ ചേച്ചി ഇത് ചായ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ചായയും കടിയൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുമല്ലേ? സ്ഥിരമായിട്ട് ശിവേട്ടന്റെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാറുണ്ടോ? അതെല്ലേ? എങ്ങനെയുണ്ട് ചായ? നല്ലതാണ്. നല്ല കടികളൊക്കെയാണ് അവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. കടി നല്ല കടികളാണ്. അവർ തന്നെയാണ് മിക്കവാറും. അതുകൊണ്ടാണ് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയം കഴിക്കാറുണ്ട്. അതല്ലേ? നല്ലതാണ്. അവിടുത്തെ മുട്ട ബജ്ജിയും അതേപോലെ പഴംപൊരിയാണ് സ്പെഷ്യൽ. വലിയ മുട്ട, ഒരു ഫുൾ മുട്ടയാണ് ഈ വിലക്കൂടി. അതെ അതെ അതെ. അപ്പൊ എന്തായാലും അതെല്ലാം കഴിക്കാറുണ്ട്. ഓരോ ദിവസം ഓരോന്നാണ് കഴിക്കാറ്. ഇന്ന് നിങ്ങള് വാഴക്ക ബജ്ജിയാണ്. ചേട്ടൻ കഴിക്കാറില്ലേ? കുടുംബം ഞങ്ങൾ പോകുന്നത് 2 മക്കളും ഞാനും വൈഫും. പിള്ളേര് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ +2 കഴിഞ്ഞു 2 പേരും. ഇനി ഡിഗ്രിക്ക്. ഇനി എന്തായാലും ഇത്രയും നല്ല വിലക്കുറവിന് മുട്ട ബജിയും പഴംപൊരിയും ഒക്കെ കൊടുക്കാൻ കഴിയുന്നതിൽ തന്നെ വലിയൊരു കാര്യം. ചമ്മന്തി ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇത്രയും കടികൾ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ മുട്ട ബജി തന്നെ സ്പെഷ്യൽ മുട്ട ബജി കഴിക്കുകയാണ്. കുറേ ഐറ്റംസ് ഉണ്ട്. പിള്ളേരും കഴിക്കുന്നുണ്ട്, ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ബജി ആദ്യം നോക്കുകയാണ്. മുട്ട ബജി കണ്ട ഫുൾ മുട്ടയാണ്. ഇവിടുത്തെ ചമ്മന്തി വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ അത് ഒന്ന് മുക്കിയിട്ടാണ് കഴിക്കുന്നത് അവിടെ. പഴംപൊരിയുണ്ടോ? വലിയ പഴംപൊരിയാണ്. ബജ്ജി, സുഖിയൻ, പത്തിരി എല്ലാം ഞാൻ കഴിക്കണില്ല. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പോൾ ശിവേട്ടനെയും ജഗദീശ്വരി ചേച്ചിയുടെ കടയിൽ വന്ന് ഞങ്ങൾ മുട്ട ബജിയും അതുപോലെ തന്നെ പഴംപൊരി എല്ലാ കാര്യങ്ങളും ടേസ്റ്റ് ചെയ്തു. ഞാനും എൻ്റെ മക്കളും. എത്ര വർഷമായി ഇപ്പോൾ ഇത്? ഞാനൊരു 25 വർഷമായി. 25 വർഷമായി. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക്. ബൈ. രാജേഷ്.